പൈസ ഇല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഇല്ല, സിമ്പിളായിട്ട് പറഞ്ഞത്. കാരണം ഗവൺമെന്റ് സിസ്റ്റംസ് അത് പറയാൻ കാരണം ഞാനെല്ലാം ഗവൺമെന്റിൽ പഠിച്ചതാ, വളരെ മോശമായിട്ടാണ് ഗവൺമെന്റ് ഇൻപേഷ്യൻ സെറ്റപ്സ് എല്ലാം റൺ ചെയ്യുന്നത്. പ്രത്യേകിച്ചും എക്സ്ക്ലൂസീവ്ലി മെന്റൽ ഹെൽത്ത് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം വളരെ മോശമായിട്ടാണ് റൺ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ അതിൻ്റെ അടുത്ത് തന്നെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ ആ മെഡിക്കൽ കോളേജ് ഓവർ 10 years ഭയങ്കരമായിട്ട് വളർന്നു, പുതിയ പുതിയ സെറ്റിങ്സ് വന്നെങ്കിൽ തൊട്ടടുത്തുള്ള ആ മെന്റൽ ഹെൽത്ത് എസ്റ്റാബ്ലിഷ്മെന്റ് അതേപോലെ തന്നെ നടക്കുമായിരിക്കും. അവിടെയാണല്ലോ പൈസ ഇല്ലാത്ത പോകുന്നത്. എന്തായാലും ഒരു ലോവർ മിഡിൽ ക്ലാസ് തൊട്ടിട്ട് താഴോട്ട് അവിടെയാണ് പോകത്തുള്ളൂ. നമ്മുടെ ജയിലുകളിലും എന്ന് പറഞ്ഞ പോലെ ജയിലുകളിലും അണ്ടർ പ്രിവിലേജ്ഡ് ആൾക്കാർക്ക് മാത്രമാണ്. പക്ഷെ അത് ഞാൻ പറഞ്ഞ എല്ലാവരും ഒന്ന് കണ്ടിരിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. കണ്ടാൽ തന്നെ അത് മനസ്സിലാവാന്ന് അറിഞ്ഞാൽ, കാരണം ഇങ്ങനെയാണ്, ഇതൊരു അസൈലം മോഡിലാണ് ഇപ്പോഴും മെന്റൽ ഹെൽത്ത് നടത്തേണ്ടതെന്നൊരു വിചാരമുണ്ട്. ആൻഡ് ഇപ്പോൾ പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും ആരാണെങ്കിലും കൺവീനിയൻലി ബ്ലൈൻഡും ആണ് അതിനോട്. കാരണം അത് ഒന്നത്തെ കാര്യം, അവിടെ നിന്നുള്ള ആൾക്ക് ഒരു വോട്ട് ബാങ്ക് അല്ല എന്നുള്ള ഒരു മെയിൻ സാധനം തന്നെയാണ്. അതാണ് എനിക്ക് കാണാവുന്ന കാരണം. നിങ്ങൾ മെഡിക്കൽ കോളേജിൽ നിങ്ങൾ എന്ത് പണി ചെയ്താലും അത് ജനം എടുക്കും, അത് വോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാം. പക്ഷെ അവിടെ ഇപ്പം എന്ത് ചെയ്താൽ എന്താ? കാരണം ഓൾറെഡി മെന്റലി ഇല്ലായിട്ടുള്ള ആൾക്കാർക്ക് അത്രയും ഇത് വരാനോ അല്ലെങ്കിൽ അവർ വോട്ട് ചെയ്യാനോ ഉള്ള സാധ്യതയില്ല.